പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് മണ്ണിലിറങ്ങി. പൊട്ടുവെള്ളരിയിലും തണ്ണിമത്തനിലും നൂറുമേനി വിജയവുമായി യുവകർഷകൻ. മണത്തല ബേബി റോഡ് കൊന്നരാശ്ശേരി ബിജേഷാണ് കൃഷിയിടത്തിലെ വിജയഗാഥയുടെ നായകൻ. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള 50 സെന്റ് സ്ഥലത്താണ് ബിജേഷ് തണ്ണിമത്തനും പൊട്ടുവെള്ളരിയും കൃഷി ചെയ്ത് പ്രാദേശിക കാർഷിക മേഖലയിൽ ശ്രദ്ധേയനാകുന്നത്. രാസവളങ്ങൾ ഒഴിവാക്കി നാടൻ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ബിജേഷ് കൃഷി നടത്തിയത്. ബിജേഷിന്റെ തണ്ണിമത്തൻ കൃഷി ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വിജയമായിരുന്നു. വിഷരഹിതമായ തണ്ണിമത്തൻ തേടി നിരവധി ആളുകളാണ് നേരിട്ട് കൃഷിയിടത്തിലേക്ക് എത്തിയത്. തണ്ണിമത്തന് പിന്നാലെയാണ് ബിജേഷ് പൊട്ടുവെള്ളരി കൃഷിയിലേക്ക് കടന്നത്. വെറും 45 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകുന്ന പൊട്ടുവെള്ളരി കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക ഇനമാണ്. ബിജേഷ് ഇത് മണത്തലയിൽ വിജയകരമായി കൃഷി ചെയ്തതറിഞ്ഞ് ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വാങ്ങാനെത്തി. വിദേശത്തായിരുന്ന ബിജേഷ് കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. ചെറുപ്പം മുതലേ കൃഷിയോട് ഉണ്ടായിരുന്ന താൽപര്യം കൈവിടാതെ ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി പിന്നീട് വിപുലീകരിക്കുകയായിരുന്നു. ആദ്യമായി വലിയ രീതിയിൽ കൃഷിക്കിറങ്ങിയ ബിജേഷിന് മികച്ച വരുമാനവും നാടിന്റെ വലിയ പിന്തുണയുമാണ് ലഭിക്കുന്നതെന്നും ഈ ചൂട് സമയത്ത് വിഷരഹിത തണ്ണിമത്തൻ പൊട്ടുവെള്ളരി ജനങ്ങൾക്ക് കൊടുക്കുക എന്ന ഉദ്ദേശമാണ് തനിക്കുള്ളതെന്നും ബിജേഷ് പറഞ്ഞു. കൃഷി നമ്മൾ ചെറുപ്പം മുതലേ പാപ്പന്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് കൃഷി ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്താണ് തണ്ണിമത്തൻ കൃഷി നമ്മുടെ നാട്ടിലേക്ക് സജീവമായി വന്നു തുടങ്ങിയത്. അപ്പോൾ പലരും വീഡിയോകളും അതും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പലയിടത്തും വിഷമടിച്ച തണ്ണിമത്തൻ കഴിച്ചിട്ട് പലർക്കും പല പ്രശ്നങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അടുത്ത്. അപ്പം നമുക്ക് വിഷമില്ലാണ്ട് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലും ഉണ്ടാക്കാൻ പറ്റും ഒരു ഇതൊക്കെ. അത് നമ്മുടെ നാട്ടിൽ തന്നെ കൺസ്യൂം ചെയ്യാനും പറ്റും. അപ്പോൾ പുറമെന്നുള്ള തണ്ണിമത്തൻ്റെ വരവുകൾ നമുക്ക് കുറയ്ക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ തുടങ്ങാം. യുവ കർഷകന്റെ ഈ നേട്ടത്തെ അഭിനന്ദിക്കാൻ എനിക്ക് അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ എന്നിവർ ബിജേഷിന്റെ കൃഷിയിടത്തിൽ നേരിട്ടെത്തി പിന്തുണ അറിയിച്ചു. വരും കാലങ്ങളിലും കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ഈ യുവ കർഷകന്റെ തീരുമാനം.